ഇടക്കാല ബഡ്ജറ്റിന്റെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് വിപണി. വലിയ പ്രതീക്ഷയോടെ വിപണി കാണുന്ന മേഖലകളിൽ ഒന്ന് റെയിൽവേയാണ്. ബഡ്ജറ്റിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ റെയിൽവേ അനുബന്ധ മേഖലകളിലെ ഓഹരികൾ മികച്ച നേട്ടത്തിൽ തുടരുകയാണ്. അത്യാധുനിക അതിവേഗ ഗതാഗതം ഇന്ത്യയിൽ ഒരുക്കുകയെന്ന ലക്ഷ്യം സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിവേഗ റെയിൽവേ സംവിധാനങ്ങളിലൂടെ ചരക്ക് സേവന നീക്കം വേഗത്തിലാക്കുകയും അതിലൂടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് അവസരമൊരുക്കുകയുമാണ് സർക്കാർ അജണ്ട. 2024 വൻകിട പദ്ധതികളാണ് രാജ്യത്തിന് മുന്നിലുള്ളത്. സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കൽ, ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള അത്യാധുനിക യാത്രാ സംവിധാനങ്ങൾ, തദ്ദേശീയ കമ്പനികളുടെ സഹായത്തോടെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ, സ്റ്റേഷനുകളുടെ നവീകരണം എന്നിവയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതികൾ. പല ഫോർമാറ്റുകളിലുള്ള 400 വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറങ്ങാനുമുണ്ട്. സിഗ്നലിംഗ് സംവിധാനങ്ങളിലൂടെ നവീകരണത്തിനും വകുപ്പ് പദ്ധതി ഇടുന്നുണ്ട്. ഒപ്പം ദീർഘകാല അടിസ്ഥാന സൗകര്യ പദ്ധതി, അതിവേഗ ട്രെയിനുകൾ എന്നിവയ്ക്കായി ക്യാപെക്സ് കൂട്ടണമെന്ന് റെയിൽവേ ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള ബഡ്ജറ്റ് വിഹിതം റെയിൽവേക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. വെയർഹൌസിംഗ്, കണ്ടെയ്നർ, ചരക്ക് ടെർമിനലുകൾ തുടങ്ങിയവയ്ക്കായി ബഡ്ജറ്റ് വിഹിതം ഉണ്ടായേക്കാം. ദേശീയ ചരക്ക് നീക്ക നയം, PM ഗതിശക്തി എന്നിവയുമായി ബന്ധപ്പെടുത്തി തീരുവ യുക്തിസഹമാക്കുന്നതിനും സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കാം. പ്രധാന ടൂറിസ്റ്റ് ഹബ്ബുകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, തന്ത്രപരമായ മറ്റ് പ്രധാന മേഖലകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ സ്വകാര്യ ട്രെയിനുകൾ ആരംഭിക്കുന്നതിലും സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്ന് വിപണി പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഇടക്കാല ബഡ്ജറ്റ് റെയിൽവേക്ക് 2.8 മുതൽ 3 ലക്ഷം കോടി വരെ വകയിരുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. റെയിൽവേ നവീകരണത്തിന് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നത് പരിഗണിച്ചാൽ ക്യാപെക്സിൽ കുതിപ്പ് കാണാൻ കഴിയുമെന്ന് പ്രഭുദാസ് ലിലാദാർ, ഇക്ര, ഇലാറ ക്യാപിറ്റൽ എന്നിവയിലെ വിദഗ്ധർ പറയുന്നു. ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്നതിനായുള്ള വിഹിതം ഇരട്ടിയാക്കാനാണ് പദ്ധതി. മിഷൻ സീറോ ആക്സിഡന്റ് എന്ന ദൗത്യം വിജയിപ്പിക്കാനാണ് വകുപ്പിന്റെ ശ്രമം. കഴിഞ്ഞ 2 വർഷമായി സുരക്ഷയ്ക്കായുള്ള ബഡ്ജറ്റ് വിഹിതം 11,000 കോടി രൂപ തന്നെയാണ്. വർധന ഇതുവരെ വന്നിട്ടില്ല. ഇത്തവണ ഇത് 22,000 കോടി രൂപയെങ്കിലുമായി ഉയർത്തിയേക്കും. റെയിൽവേക്കുള്ള വിഹിതത്തിൽ 20% വർധനയാണ് നുവാമയുടെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്ക് നോക്കാം. രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ ശൃംഖല വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030ഓടെ പൂർണ്ണമായും ഹരിതമായി മാറാനുള്ള റെയിൽവേയുടെ പദ്ധതിക്ക് ഉത്തേജനം നൽകുന്നതിനായി ഗ്രീൻ റെയിൽവേ പദ്ധതികൾക്കായി പ്രത്യേക വിഹിതം നൽകാം. അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന റെയിൽവേയുടെ സുരക്ഷാ ഫണ്ടിനായി തുക വകയിരുത്തൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഷൻ 2024 സഹായിക്കാനുള്ള പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താം. 16,373 കിലോമീറ്റർ മൾട്ടി ട്രാക്കിംഗ് ആസൂത്രണം ചെയ്ത വിഷൻ 2024 32 ആവശ്യ പദ്ധതികൾ, 68 നിർണായക പ്രൊജക്ടുകൾ, 58 സൂപ്പർ ക്രിട്ടിക്കൽ പ്രൊജക്ടുകൾ, 146 വൈദ്യുതീകരണ പദ്ധതികൾ, 20 അധിക കൽക്കരി കണക്ടിവിറ്റി പ്രൊജക്ടുകൾ, 120 ട്രാഫിക് ഫെസിലിറ്റി വർക്കുകൾ, 686 സിഗ്നലിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ ജോലികൾ, വടക്കുകിഴക്കൻ കണക്ടിവിറ്റി പ്രൊജക്ടുകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. റെയിൽ പാതകളോട് ചേർന്ന് സൗരോർജ്ജ ഉൽപാദനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതിയും നടപ്പിലാക്കും. റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനു വേണ്ടി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കും. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ തേജസ് മാതൃകയിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കും. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടിയായ തേജസ് വൻ വിജയമായ പശ്ചാത്തലത്തിലാണിത്. ഇനി ഇത്തരം പ്രഖ്യാപനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഓഹരികളിലേക്ക് നോക്കാം. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, RVNL, ഇന്ത്യൻ റെയിൽ ഫിനാൻസ് കോർപ്പറേഷൻ, ഇർകോൺ ഇന്റർനാഷണൽ, NBCC, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ഓഹരികളാണ് കുതിക്കുക. ഓഹരികളിൽ IRFC ജനുവരിയിൽ ഏകദേശം 68% ഉയർന്നു. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് 63% ഉയർന്നപ്പോൾ ഇർകോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് 36% നേട്ടമുണ്ടാക്കി. ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ് 4% ഉയർന്നു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 17% ഉയർന്നു. ബഡ്ജറ്റും വിഹിതവും നേടാൻ സാധ്യതയുള്ള കമ്പനികളിലേക്ക് നോക്കിയാൽ ആദ്യത്തേത് IRCTC ആണ്. ഭാരത് ട്രെയിനുകളിലെ സേവനം അടക്കമുള്ള കരാറുകൾ നേടിയ കമ്പനിയാണ് IRCTC. പ്രതിദിനം 12 ലക്ഷം ലിറ്റർ റെയിൽ നീർ വിതരണം ചെയ്യുന്നുണ്ട് കമ്പനി. ബഡ്ജറ്റിന് മുമ്പ് തന്നെ കുതിപ്പിലാണ് IRCTCയുടെ ഓഹരികൾ. ഇനിയും ഉയരുമെന്നാണ് അനലിസ്റ്റുമാരുടെയും പ്രവചനം. രണ്ടാമതായിട്ട് ജൂപിറ്റർ വാഗൺസ്. 400 വന്ദേ ഭാരത് ട്രെയിനുകൾ വരുമ്പോൾ തദ്ദേശീയമായ നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യം.
അങ്ങനെയെങ്കിൽ റെയിൽവേ വാഗണുകൾ, പാസഞ്ചർ കോച്ചുകൾ, വാഗൺ ഘടകങ്ങൾ എന്നിവയുടെ നിർമ്മാണം നടത്തുന്ന ജൂപ്പിറ്റർ വാഗൺസ് ആവും ബഡ്ജറ്റ് വിഹിതത്തിന്റെ വലിയ ഭാഗവും നേടുക. ജൂപ്പിറ്റർ വാഗൺസ് 6 മാസത്തിൽ 119%, ഒരു വർഷത്തിൽ 271% നേട്ടം നൽകി. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് നോക്കിയാൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽ വികാസ് നിഗം. അതുകൊണ്ട് തന്നെ സർക്കാർ കരാറുകൾ ഏറെക്കുറെ ഉറപ്പായും ലഭിക്കുന്ന ഒരു കമ്പനിയാണിത്. നിലവിൽ സൗരോർജ്ജ പദ്ധതികൾക്കായി ഇന്ത്യക്ക് പുറത്തേക്കും സാന്നിധ്യം വിപുലീകരിച്ച കമ്പനി. ആഫ്രിക്കയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 6 മാസത്തിൽ 133%, ഒരു വർഷത്തിൽ 262%മാണ് ഓഹരിയുടെ മുന്നേറ്റം. ഇർകോൺ നോക്കിയാൽ റെയിൽവേ നവീകരണ ഹൈവേ പദ്ധതിക്കുള്ള ബഡ്ജറ്റ് വിഹിതം സ്വന്തമാക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ് ഇർകോൺ. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും സേവനങ്ങളുമാണ് കമ്പനിയുടെ പ്രവർത്തന മേഖല. 6 മാസത്തിൽ 158%, ഒരു വർഷത്തിൽ 267% നേട്ടമാണ് ഓഹരി നൽകിയിട്ടുള്ളത്. ടിറ്റഗർ റെയിൽ സിസ്റ്റം നോക്കിയാൽ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ, അർബൻ മെട്രോകൾ, പാസഞ്ചർ കോച്ചുകൾ, പ്രൊപ്പൽഷൻ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ വാഗണുകൾ എന്നിവയുടെ കരാറുകൾ നേടുക ഈ കമ്പനിയാണ്. ഇറ്റലിയിലും സാന്നിധ്യമുള്ള കമ്പനിയാണിത്. 6 മാസത്തിൽ 86%, ഒരു വർഷത്തിൽ 136% നേട്ടം ഓഹരികൾ നൽകി കഴിഞ്ഞു. ചുരുക്കത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനം റെയിൽ ഓഹരികളിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്.